Good morning, all. Good morning, ma'am. Good morning, ma'am. Ma'am. നോക്കിയല്ലേ നോക്കിയിരുന്നോ നോക്കിയിരുന്നോ ഓക്കെ നമുക്ക് നമ്മ ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ എന്തുകൊണ്ടിരുന്നത് എന്നെല്ലാം ഫസ്റ്റ് നമ്മൾ പറഞ്ഞു 6 hours അല്ലെ 6 hourനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസിംഗ് നടത്തുന്നത് അതാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ രണ്ടാമത് പറഞ്ഞത് എന്താണ് കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് അല്ലെ നമ്മുടെ ഹോസ്പിറ്റലില് ഡിഫറെന്റ് ഏരിയാസ് അല്ലെ പലതരത്തിൽ പല ഏരിയാസിലേക്കും എന്താണ് ആ ഒരു പ്രോഡക്ട്സിന്റെ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽസിന്റെ ഒഴുക്ക് നിലനിർത്തുക അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സുകൾ ആവശ്യമായിട്ടുള്ള അളവിൽ എത്തിച്ചു കൊടുക്കുക നെക്സ്റ്റ് പറയുന്നത് എന്താണ് നമ്മൾ ശരിയായ സമയത്ത് സാധനങ്ങൾ എത്തിച്ചു കൊടുത്താൽ എന്താണ് നമുക്ക് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കോ ഉൽപാദനക്ഷമത അല്ലേ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി അല്ലെ എന്താണ് അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നുള്ള ഉയർന്ന ഉൽപാദനക്ഷമത നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ അല്ലെ ഉറപ്പ് നൽകാൻ സാധിക്കുന്നു അത്രയല്ലേ മിസ് എടുത്തത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അത്രേ നാളെ തന്നെയായിട്ട് ഒന്ന് ഉഷാറായിട്ടിരുന്ന എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരോ ബോറടിക്കാൻ ഉഷാറായിട്ടൊക്കെ ഇരുന്ന എല്ലാവരും 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയില്ലേ ഓക്കെ നമുക്ക് തുടങ്ങാം അല്ലേ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിക്കാറില്ലേ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോ എന്നൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റേറ്റിംഗ് ചെയ്യുന്നത് റേറ്റിംഗ് ചെയ്യാറില്ലേ നിങ്ങൾ 5 സ്റ്റാർ കൊടുക്കാറുണ്ട് 4 സ്റ്റാർ കൊടുക്കാറുണ്ട് അല്ലെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റേറ്റിംഗ് ചെയ്യുന്നത് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ പിന്നെ വേറൊരു കാര്യം കൂടി നോക്കാറുണ്ടല്ലോ ഡെലിവറി ടൈം നോക്കാറുണ്ടോ നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ അല്ലെ അല്ലെങ്കിൽ അതിനു മുമ്പോ നമുക്ക് സാധനങ്ങൾ തന്നോ നമുക്ക് പറഞ്ഞതിലും ഒരുപാട് ഡിലേ ആയിട്ടാണ് സാധനം തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ റേറ്റിംഗ് ചെയ്യോ നല്ല റേറ്റിംഗ് കൊടുക്കോ ഇല്ല അല്ലെ അപ്പൊ നോക്കിയേ vendor evaluation is performed relying on quality rating and delivery rating എന്താണ് നമ്മൾ വെഞ്ചറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് വിലയിരുത്തുന്നത് ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെ ഗുണനിലവാരം ആ ഒരു ഡെലിവറി ടൈമിങ് അല്ലെ അവർ ആ കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്തിട്ടുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വെഞ്ചർ ഇവാലുവേഷൻ നടത്തുന്നത് വെഞ്ചർ എങ്ങനെയുള്ള ആളായിരിക്കണം വെഞ്ചർ ഹാസ് ടു ബി ട്രസ്റ്റ്വർത്തി അല്ലെ വിശ്വാസയോഗ്യരായിട്ടുള്ള ആളുകളായിരിക്കണം അല്ലെ കറക്റ്റ് സമയത്ത് കറക്റ്റ് ക്വാളിറ്റിയിൽ അല്ലെ നമുക്ക് സാധനങ്ങൾ തരും അല്ലെ ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളല്ല അല്ലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ തരും എന്നുള്ള വിശ്വാസം ഉണ്ടാവണ്ടേ നമുക്ക് വേണോ vendor has to be trustworthy vendors വിശ്വാസയോഗ്യരായിരിക്കണം the hospital will have an approved list of vendors നമ്മ ഹോസ്പിറ്റലില് എന്താണ് അവർക്ക് അപ്രൂവ് ആയിട്ടുള്ള അല്ലെ അംഗീകൃതമായിട്ടുള്ള വെൻഡേഴ്സിന്റെ കുറച്ച് ലിസ്റ്റ് ഉണ്ടായിരിക്കും അപ്പൊ അവരിൽ നിന്ന് തന്നെ ആയിരിക്കും എന്ത് ഹോസ്പിറ്റലുകാര് മിക്കവാറും എന്ത് പ്രോഡക്ട്സുകള് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് ഓക്കെ ആണോ വെഞ്ചർ റേറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റിന്റെ ഗുണനിലവാരത്തിന്റെയും ആ ഒരു ഡെലിവറി ടൈമിന്റെയും അടിസ്ഥാനത്തിലാണ് വെഞ്ചർ ഇവാലുവേഷൻ നടത്തുന്നത് നമ്മുടെ കച്ചവടക്കാര് അല്ലെ വെൻഡേഴ്സ് സപ്ലയേഴ്സ് വിശ്വാസയോഗ്യരായിരിക്കണം കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലില് അംഗീകൃതമായിട്ടുള്ള കുറച്ച് വെൻഡേഴ്സിന്റെ കച്ചവടക്കാരുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കും ആ ഒരു ലിസ്റ്റിൽ നിന്നാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അവർ ആ വെൻഡേഴ്സിൽ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുന്നത് ഓക്കെ ആണോ നെക്സ്റ്റ് പറയുന്നത്
പർച്ചേസ് ഈസ് എ ബിസിനസ് ഫംഗ്ഷൻ അല്ലേ? ആണോ? ബിസിനസ് പ്രവർത്തനമാണോ? ആണല്ലേ? Since we convert resources into service and is then issued അല്ലെ? നമുക്ക് കിട്ടുന്ന റിസോഴ്സുകൾ, അതായത് വിഭവങ്ങൾ, നമുക്ക് കിട്ടുന്ന എക്യുപ്മെന്റുകൾ, മെഡിസിനുകൾ, അതൊക്കെ എന്താണ്? മെറ്റീരിയൽസ് ഒക്കെ അല്ലേ? പ്രോഡക്ട്സ് ഒക്കെ അല്ലേ? ആണോ? എക്യുപ്മെന്റുകൾ, അപ്പാരറ്റസ് അല്ലെ? അപ്പൊ നമ്മൾ അത് എന്തായിട്ടാണ് നമ്മൾ അത് ഇഷ്യൂ ചെയ്യുന്നത്? പേഷ്യൻസിന് കൊടുക്കുന്നത് സർവീസ് ആയിട്ടാണോ? സേവനങ്ങളായിട്ടല്ലേ? അല്ലേ? സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കുന്നുണ്ട്, പൈസ പേയ്മെന്റ് മേടിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു എക്യുപ്മെന്റ് തന്നെയായിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. ആ ഒരു എക്യുപ്മെന്റ് ആയിട്ട് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്, അല്ല? അല്ലേ? മെഡിസിൻ ഓക്കെ എന്നാലും ഒരു സർവീസ് അല്ലേ? അത് അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനുകൾ കൊടുക്കുന്നുള്ളൂ. മെഡിസിനുകൾ നമ്മൾ ബൾക്കായിട്ട് മേടിച്ചിട്ട് അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്താണ്? നമ്മൾ റിസോഴ്സുകള് ബിസിനസ് ഫംഗ്ഷൻ, പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണ്. നമ്മ എന്താണ്? നമ്മൾ വാങ്ങിക്കുന്ന റിസോഴ്സുകള്, വിഭവങ്ങള് നമ്മൾ സർവീസ് ആയിട്ട് പേഷ്യൻസിന് ഡെലിവറി ചെയ്യുന്നു അല്ലെ? ഇഷ്യൂ ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ് ഈസ് എ സ്പെൻഡിംഗ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് കോർഡിനേറ്റ്സ് വിത്ത് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇവന്റ് ഓഫ് ബൾക്ക് പർച്ചേസ് അല്ലേ? പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ചെലവിടൽ പ്രവർത്തനം അല്ലേ? നമ്മൾ വാങ്ങിക്കുന്ന റിസോഴ്സുകൾക്ക്, മെറ്റീരിയൽസ് നമ്മൾ പൈസ കൊടുക്കണ്ടേ? ചെലവുണ്ട് അല്ലേ? കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ? എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്, ചെലവിടൽ പ്രവർത്തനമാണ്. നമ്മൾ ബൾക്ക് രീതിയിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഏകോപിപ്പിക്കണം അല്ലെ? നമ്മൾ ഒരു വലിയ അസറ്റിന്റെ ഒരു എക്യുപ്മെന്റ് വാങ്ങുകയാണ്, ഒരു 2 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപയുടെ ഒരു എക്യുപ്മെന്റ് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് കറക്റ്റ് ആയിട്ട് ഇൻഫോം ചെയ്യണ്ടേ? അതിനുള്ള ഫണ്ട് ഉണ്ടോ അല്ലെ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ അത്രയുമുള്ള പൈസ ഉണ്ടോ എന്നൊക്കെ നമ്മൾ അറിയില്ലേ? വേണോ? ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 20,000 രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന പോലെയാണോ ഒരു 5 ലക്ഷം രൂപക്കൊക്കെ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നത്? ആണോ? ആണോ? അല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ബൾക്കായിട്ടുള്ള, അല്ലെങ്കിലും നമ്മൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കണം. ബട്ട് നമ്മൾ ബൾക്കായിട്ടുള്ള ഒരു വലിയ അമൗണ്ടിന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ഏകോപനം, ഒരു ഏകീകരണം ഉണ്ടായിരിക്കണം. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് purchasing is a vigorous management activity as we require proper planning of materials, price forecasting, demand forecasting, organizing, make arrangements of preparation, coordination, and able administration and timely decision. പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള, വിഗറസ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് അല്ലെ? നമുക്ക് പർച്ചേസിംഗില് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ മക്കളെ? ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു പർച്ചേസിംഗ് നടക്കുമ്പോൾ അതിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ വിടുന്നുണ്ട് അല്ലെ? അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു മെറ്റീരിയൽസ് ശരിയായ രീതിയിൽ പ്ലാനിങ് ചെയ്യുന്നുണ്ടോ? എത്ര ക്വാണ്ടിറ്റിയിൽ വേണം അല്ലെ? ഏത് സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങണം അല്ലെ? എത്ര കോസ്റ്റിന് വാങ്ങണം അല്ലെ? അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടോ? പ്രോപ്പർ പ്ലാനിങ് ഉണ്ട് അല്ലെ? നെക്സ്റ്റ് എന്താണ്? പ്രൈസ് ഫോർകാസ്റ്റിംഗ്, പൈസ അല്ലെ? വിലയുടെ ഒരു പ്രവചനം നടക്കുന്നുണ്ടോ? അത്ര പൈസക്ക് നമുക്ക് വാങ്ങിക്കാം അല്ലെ? ഏകദേശം ആവറേജ് ഇത്ര പൈസക്ക് വാങ്ങിക്കാം അല്ലെ? അങ്ങനെ ഒരു പ്രൈസ് ഫോർകാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടക്കുന്നില്ലേ? അവർക്ക് ആ ഒരു സാധനം ആവശ്യമാണോ, ഉപകാരപ്രദമാണോ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്? അങ്ങനെ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടക്കുന്നില്ലേ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്? ഓർഗനൈസിങ്.
നെക്സ്റ്റ് പറയുന്നത് ഓർഗനൈസിങ് മെക്ക് അറേഞ്ച്മെന്റ്സ് ഓഫ് പ്രിപ്പറേഷൻ. നമുക്കൊരു വലിയ എക്യുപ്മെന്റ് വാങ്ങുകയാണ്, അല്ലെങ്കിൽ വലിയൊരു മെഷീനറീസ് വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബൾക്ക് എമൗണ്ടിൽ നമ്മൾ മെറ്റീരിയൽസ് വാങ്ങുകയാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടാക്കണ്ടേ? അതിനു വേണ്ടി ഒരു പ്രിപ്പറേഷൻ വേണം അല്ലേ? വേണോ? വേണം അല്ലേ? അപ്പൊ അതിനുള്ള ഒരു ഓർഗനൈസിങ് നടക്കുന്നുണ്ട്, കോർഡിനേഷൻ നടക്കുന്നുണ്ട് അല്ലെ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റുകളുടെ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ, സപ്ലയേഴ്സിന്റെ, പിന്നെ യൂസർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ എന്താണ്? ഏബിൾ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? കഴിവുള്ള ഒരു ഭരണം ഉണ്ടോ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന്? ഒരു ശരിയായ രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ ഉണ്ടോ പർച്ചേസിംഗില? പിന്നെ എന്താണ്? ടൈംലി ഡിസിഷൻ അല്ലേ? സമയോചിതമായിട്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കണോ? ഇപ്പൊ ചിലപ്പോ നമ്മൾ സപ്ലയേഴ്സിന്റെ അടുത്ത് വിളിച്ച് അല്ലെങ്കിൽ സപ്ലയേഴ്സിൽ എൻക്വയറി ചെയ്യുമ്പോൾ അവര് പറയാണ് ഇത്ര ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ കുറച്ച് തരാം അല്ലേ? അപ്പൊ അവർക്ക് എന്താണ്? ആ ഒരു കറക്റ്റ് സമയത്ത് അവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കണോ പർച്ചേസിംഗ് മാനേജർക്ക്? വേണോ? വേണം അല്ലേ? അതെന്താണ്? പർച്ചേസിംഗില് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? പ്ലാനിങ് നടക്കുന്നുണ്ട്, പ്രൈസ് ഫോർകാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, കോർഡിനേഷൻ ഉണ്ട് അല്ലെ? അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ കൂടി ചേരുന്ന ഒരു ഊർജസ്വലമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു മാനേജ്മെന്റ് ആണ് പർച്ചേസിംഗ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് purchasing of hospitals vary according to the size and activities of the hospital. എല്ലാ ഹോസ്പിറ്റലിന്റെയും പർച്ചേസിംഗ് വാങ്ങൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒരേപോലെയാണോ? അല്ല അല്ലെ? ആ ഒരു ഹോസ്പിറ്റലിന്റെ സൈസും അവിടുത്തെ ഫെസിലിറ്റീസും അവിടുത്തെ പ്രവർത്തനങ്ങളും അനുസരിച്ചല്ലേ അല്ലെ? അപ്പൊ എന്താണ്? പർച്ചേസിംഗ് ഓരോ ഹോസ്പിറ്റലിലും അവിടുത്തെ വലിപ്പവും അവിടുത്തെ പ്രവർത്തനങ്ങളെയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ ആണോ? ഇപ്പൊ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും ഒരേപോലെയുള്ള പർച്ചേസിംഗ് ആണോ? സൂപ്പർ സ്പെഷ്യാലിറ്റിയില് ഇപ്പൊ ഐ കെയർ മാത്രമുള്ളെങ്കിൽ ആ ഒരു ഐ കെയർ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്താൽ മതി അല്ലെ? മൾട്ടി സ്പെഷ്യാലിറ്റി ആവുമ്പോൾ എന്താണ്? ആ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ലെ? ഐ ഉണ്ടാവും, കാർഡിയോളജി ഉണ്ടാവും, പീഡിയാട്രിക് ഉണ്ടാവും അല്ലെ? ഗൈനക് ഉണ്ടാവും അല്ലെ? അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണ്ടേ? കൂടുതൽ പർച്ചേസിംഗ് നടക്കണം അല്ലെ? കൂടുതൽ പ്രോഡക്റ്റ് വേണം അല്ലെ? ഓരോ ഹോസ്പിറ്റലിലും അവിടുത്തെ സൈസും അവിടുത്തെ പ്രവർത്തനങ്ങളും അനുസരിച്ച് പർച്ചേസിംഗില് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് പറയുന്നത് 3 types of purchasing hospital. ഹോസ്പിറ്റലില് 3 തരത്തിലുള്ള പർച്ചേസിംഗ് ആണ് ഉള്ളത്. ഫസ്റ്റ് വരുന്നത് ലോക്കൽ പർച്ചേസിംഗ് അല്ലെ? ലോക്കൽ പർച്ചേസിംഗ് is a preference to buy goods and services which are locally produced rather than those produced in distant places. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ അകലെ ഡിസ്റ്റന്റിലെ സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ കൂടുതൽ അവരെന്ത് ചെയ്യാ? അവർക്ക് പ്രാദേശികമായി കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടാവും അല്ലെ? അവർ ആ ഒരു ഏരിയയുടെ അടുത്തൊക്കെ കിട്ടുന്നത് ഉണ്ടാവുമല്ലോ. വിദൂര സ്ഥലങ്ങളില് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവര് പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവര് ആ ഒരു ഹോസ്പിറ്റലിന് ചുറ്റുഭാഗത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സുകളും സർവീസുകളും വാങ്ങുന്നതിനെയാണ് ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇപ്പൊ നമ്മൾ വീട്ടിലെ സാധനങ്ങൾ വാങ്ങാറുണ്ട് അല്ലെ? ഡെയിലി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വാങ്ങാറില്ലേ? വാങ്ങാറുണ്ട്. അപ്പൊ നമ്മൾ
എന്താണ് നമ്മ പലതരത്തിലുള്ള പർച്ചേസിങ് നടത്താറുണ്ട്. അപ്പൊ നമ്മ മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കാറുണ്ട് അല്ലെ. ബൾക്കായിട്ട് ഒരു മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിക്കും, കുറച്ച് ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കും. അത് നമ്മൾ എങ്ങനെയായിരിക്കും മേടിക്കുന്നത്? നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങിയിട്ടുള്ള വല്ല സൂപ്പർ മാർക്കറ്റിലോ സപ്ലൈകോയിലൊക്കെ പോയി വാങ്ങൂലേ? വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലോ സപ്ലൈകോയിലൊക്കെ പോയി ഒന്നിച്ച് വാങ്ങും. അപ്പൊ നമുക്ക് കുറച്ച് പൈസയും കുറവ് കിട്ടും അല്ലേ? അല്ലേ, കുറച്ച് പൈസയും കുറവ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യില് തീർന്നു പോകുമല്ലോ സാധനങ്ങൾ. ചിലപ്പോ നമ്മൾ പ്രതീക്ഷിച്ചേരും കൂടുതൽ ആവശ്യം വരികയാണെങ്കിൽ ചിലപ്പോ പഞ്ചസാര തീർന്നു പോവാണ്, അല്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടി തീർന്നു വരികയാണെങ്കിൽ നമ്മൾ പോവോ? വീണ്ടും ആ സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ പോവോ? ഇല്ല, തൊട്ടടുത്തുനിന്ന് വാങ്ങും അല്ലെ. തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കില്ലേ? വീടിന്റെ തൊട്ടടുത്തുള്ള അല്ലെ. അതേപോലെ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യാണ്? അവര് അകലെയുള്ള ഡിസ്റ്റൻസ് സ്ഥലങ്ങളിൽ ഉൽപാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവര് ഹോസ്പിറ്റലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവര് ഗുഡ്സുകളും സർവീസുകളും വാങ്ങിക്കുന്നതിനെയാണ് ലോക്കൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് പർച്ചേസ് ഫ്രം സപ്ലയേഴ്സ് അല്ലെ. ആ പേരിൽ തന്നെയുണ്ട് അല്ലെ. നമ്മ പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റൽ വിശ്വാസയോഗ്യരായിട്ടുള്ള സപ്ലയേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു സപ്ലയേഴ്സിൽ നിന്ന് ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് പർച്ചേസ് ഫ്രം സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. നോക്കാം. When the purchase order is required by your supplier, it forms a valid agreement between you, the customer, and your supplier to distribute products or provide a service on time and at a price agreed. അല്ലെ, എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണ് നമ്മുടെ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് പർച്ചേസ് ഓർഡർ കൊടുത്തുകാണിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് എന്താ പർച്ചേസ് ഫ്രം സപ്ലയേഴ്സ്. ആ ഒരു എഗ്രിമെന്റ് എന്താണ്? ആ ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് അല്ലെ. അല്ലെ, വാങ്ങുന്നയാളും കൊടുക്കുന്ന ആളും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് അല്ലേ, കരാറാണ് അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഡിസ്ട്രിബ്യൂട്ട് ദ പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡ് സർവീസ് അല്ലെ. ഏത് പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഏത് സർവീസ് ആണ് നമുക്ക് നൽകേണ്ടത് അല്ലെ. പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. കൂടാതെ എന്താണ്? ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, ഡെലിവറി ടൈം പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടീഷൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള നമ്മുടെ സപ്ലയേഴ്സും ബയ്യറും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ്, ഒരു വാലിഡ് ആയിട്ടുള്ള എഗ്രിമെന്റിന്റെ രീതിയിൽ നടത്തുന്ന ഒരു പർച്ചേസ് ആണ് പർച്ചേസ് ഫ്രം സപ്ലയേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് when you accept the invoice from your supplier, you can go together with it to the order and post it to your accounts. നമുക്ക് ആ സാധനം ആ ഒരു പർച്ചേസ് ഓർഡർ കൊടുത്ത് ആ ഒരു സാധനം അവരിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് അത് തരില്ലേ, ഡെലിവറി ചെയ്യില്ലേ സപ്ലയേഴ്സ്? ആ ഒരു ഡെലിവറി സമയത്ത് നമുക്ക് എന്ത് തരാറുണ്ട്? ഇൻവോയ്സ് തരാറുണ്ട് അല്ലെ. ഇൻവോയ്സ് തരാറുണ്ട് അല്ലെ. ആ ഒരു ഇൻവോയ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മ കറക്റ്റ് രീതിയിൽ നമ്മുടെ അക്കൗണ്ട്സിൽ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റൽ അക്കൗണ്ട്സിൽ സൂക്ഷിക്കണം അല്ലെ. എന്താണ്? ചിലപ്പോ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് അല്ലെ, എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് ആ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. ഫിനാൻസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടോ അല്ലെ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ നമ്മളെ ഈ ഇൻവോയ്സ് സഹായിക്കില്ലേ? സഹായിക്കോ? സഹായിക്കോ? ഇൻവോയ്സിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാ വിവരങ്ങളും ഇൻവോയ്സിൽ കൊടുത്തിട്ടുണ്ടാവില്ലേ? ഡെലിവറി പ്ലേസ് എവിടെയാണ് അല്ലെ, ഡെലിവറി ചെയ്തത് എവിടെയാണ്, ഏത് സപ്ലയേഴ്സ് ആണ് ആ ഒരു സാധനം നമുക്ക് ഹോസ്പിറ്റലുകാർക്ക് കൊടുത്തത് അല്ലെ. അപ്പൊ യു ക്യാൻ ഗെറ്റ് ടുഗദർ ഗോ ടുഗദർ വിത്ത് ഇറ്റ് ടു ദ ഓർഡർ ആൻഡ് പോസ്റ്റ് ഇറ്റ് ടു യുവർ അക്കൗണ്ട്സ്. നമുക്ക് സപ്ലയേഴ്സ് ആ ഒരു സാധനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് തരുന്ന ഇൻവോയ്സ് നമ്മൾ നമ്മുടെ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ട് പർച്ചേസ് അല്ലെ. ഇമ്പോർട്ട് ട്രേഡ് മീൻസ്
The purchase of goods from a foreign countries. അല്ലെ, നമ്മ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ്, വ്യാപാരം നടത്തുന്നതിനെയാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. അല്ലെ, ചില തരത്തിലുള്ള മെഷീനറീസ് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മരുന്നുകളൊക്കെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യാറുണ്ടോ, മരുന്നുകളൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ വിദേശത്ത് നിന്ന് നമ്മ വ്യാപാരം നടത്തുന്ന പർച്ചേസിനെയാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെ 3 തരത്തിലുള്ള പർച്ചേസിംഗ് ആണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത്, in purchasing the starting point is the recognition of the need for a material on a product. Vendor or source selection has 4 stages. നെക്സ്റ്റ്, ഈ പ്രോഡക്റ്റ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ നിങ്ങളുടെ കയ്യില്? ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? ഇമ്പോർട്ട് പർച്ചേസ് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറഞ്ഞാല് നമ്മ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, US-ൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗൾഫ് കൺട്രീസിൽ നിന്ന് എന്താണ് നമ്മ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറില്ലേ? ഒന്നുകൂടെ പറയണം. ആ സെക്കൻഡ് പോയിന്റ് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ചില മരുന്നുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യാറില്ലേ വിദേശ രാജ്യങ്ങളിൽ നിന്ന്? അതാണ് ഇമ്പോർട്ട് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഒരു മൂവി ഉണ്ടല്ലോ, മിന്നാലോ, അതില് ശോഭനക്ക് മരുന്ന് വരുത്തുന്നത് കണ്ടിട്ടില്ലേ വിദേശ രാജ്യത്ത് നിന്ന്? ഇല്ലേ? അപ്പൊ എന്താണ് അങ്ങനെ ലുക്കീമിയക്ക് അല്ലെ. അപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മ അങ്ങനെ എക്യുപ്മെന്റുകളോ മരുന്നുകളോ ഒക്കെ നമ്മൾ വ്യാപാരം നടത്തുന്നതിനെയാണ് ഇമ്പോർട്ട് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. മറ്റേത് എന്താണ് പർച്ചേസ് ഫ്രം സപ്ലയേഴ്സ് എന്ന് പറയുന്നത്, നമ്മ ഒരു പർച്ചേസ് ഓർഡർ, അതായത് വ്യക്തമായ ഒരു കരാറോട് കൂടി നമ്മ സപ്ലയേഴ്സിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ്, ഗുഡ്സുകളോ അതല്ലെങ്കിൽ സർവീസോ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് പർച്ചേസ് ഫ്രം സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. ധാരാ ചോദിച്ചേ, ക്ലിയർ ആയോ? നമ്മ എന്താണ് നമ്മ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എന്താണ് എന്ന ഒരു പർച്ചേസ് ഓർഡറിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. കൂടാതെ ഏത് പ്രൈസിനാണ്, എത്ര രൂപക്കാണ് നമ്മൾ അത് പർച്ചേസ് ചെയ്യുന്നത്, കൂടാതെ എത്ര ദിവസത്തിനുള്ളിൽ ആ ഒരു ഡെലിവറി ടൈം കൂടി അതിൽ മെൻഷൻ ചെയ്ത് അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു കരാറോട് കൂടി നമ്മൾ സപ്ലയേഴ്സിൽ നിന്ന് പർച്ചേസ് നടത്തുന്നതിനെയാണ് പർച്ചേസ് ഫ്രം സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്ത് നമുക്ക് ആ ഒരു സാധനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് സപ്ലയേഴ്സ് എന്ത് തരും? ഇൻവോയ്സ് തരും. ബില്ല് എന്നൊക്കെ പറയില്ലേ, ബില്ല്. ആ ബില്ല് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അക്കൗണ്ട്സില് നമ്മ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നു. ഓക്കെ ആയോ? ഇതാണ് സപ്ലയർ, പർച്ചേസ് ഫ്രം സപ്ലയർ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, in purchasing the starting point is the recognition of the need for material on a product. പ്രോഡക്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഒരു ഉൽപ്പന്നത്തിന്റെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഫുൾ സ്റ്റോപ്പ് ഇടാ. അശ്വതി മനസ്സിലായില്ല എന്നാണോ? ഫുൾ സ്റ്റോപ്പ് ഇല്ല എന്നാണ്? ഫുൾ സ്റ്റോപ്പ് അല്ലെ? ഫുൾ സ്റ്റോപ്പ് ഇടാണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അതായത് ഒരു മെറ്റീരിയൽസ് അതല്ലെങ്കിൽ നമ്മ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ആരംഭ പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയൽസിന്റെ ആവശ്യം എന്താണ് എന്ന് തിരിച്ചറിയുന്നതാണ് അല്ലെ. ഇപ്പൊ നമുക്കൊരു മരുന്ന് വേണം. അപ്പൊ എന്താണ് ആ ഒരു മരുന്ന് ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതാണ് ആ ഒരു പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒരു മെറ്റീരിയല് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ആരംഭ പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിന്റെ ആവശ്യം എന്താണ് അല്ലെ എന്ന്
ആവശ്യകതയെ തിരിച്ചറിയുന്നതാണ്. നെക്സ്റ്റ് പറയും, ഇപ്പൊ നമ്മൊരു TV വാങ്ങിക്കാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മൊരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ അതിന്റെ നീഡ് നമ്മൾ അറിയണ്ടേ? ആദ്യം തന്നെ വെറുതെ വാങ്ങിച്ചാൽ മതിയോ? നമുക്കത് വാങ്ങിക്കുന്നത് കൊണ്ട് വല്ല ആവശ്യമുണ്ടോ? അല്ലെ, നമുക്കത് ഉപകാരപ്രദമാണോ എന്ന് തിരിച്ചറിയില്ലല്ലേ? അങ്ങനെ ആവശ്യമുണ്ടെന്ന് കണ്ടാൽ മാത്രമല്ലേ നമ്മൾ ആ ഒരു സാധനം പർച്ചേസ് ചെയ്യുള്ളൂ. നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ടോ? ഇല്ല, അല്ലെ? അപ്പൊ ആ ഒരു പ്രോഡക്റ്റിന്റെ ആവശ്യം തിരിച്ചറിയുകയാണ് ഒരു പർച്ചേസിംഗിലെ ആദ്യ പോയിന്റ്, ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മേജർ ഓഫ് സോഴ്സ് സെലക്ഷൻ ആസ് 4 സ്റ്റേജസ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനുള്ള വെഞ്ചറെ അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിംഗിന്റെ ആ ഒരു ഉറവിടം സോഴ്സ് സെലക്ട് തിരഞ്ഞെടുക്കുന്നതിന് 4 ഘട്ടങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് സർവേ സ്റ്റേജ്, അല്ലെ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മിസ് ഇന്നലെ പറഞ്ഞു, നമ്മൊരു പ്രോഡക്റ്റ്, ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ പോയാല് നമ്മൾ പെട്ടെന്ന് ഒരു കടയിൽ പോയി വാങ്ങിക്കോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? സർവേ നടത്തും, അല്ലെ? സർവേ പോലെ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ വിതരണ കാര്യം നമ്മൾ നോക്കില്ലേ? ഇല്ലേ? ആ ഒരു പ്രോഡക്റ്റ് എവിടെ നിന്നൊക്കെ കിട്ടും, അല്ലെ? അല്ലെ, അങ്ങനെയല്ലേ നോക്കുന്നത്? ആ ഒരു പ്രോഡക്റ്റ് എവിടെ നിന്നൊക്കെ കിട്ടും, അല്ലെ? ഏതൊക്കെ ഷോപ്പില് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകും, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു സർവേ പോയിന്റ്. നെക്സ്റ്റ് പറയുന്നത് സർവേ പോയിന്റ് കഴിഞ്ഞാൽ എന്താണ്? എൻക്വയറി നടത്തും, അല്ലെ? നമുക്ക് ഇന്ന വെൻഡേഴ്സിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റ് കിട്ടും എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എൻക്വയറി നടത്തും, അല്ലെ? അവിടെ പ്രൈസ് എത്രയാണ്, അല്ലെ? അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെ? നമുക്ക് ഏത് ദിവസത്തിന് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് തരാൻ സാധിക്കും, അല്ലെ? ആണോ? അപ്പൊ അങ്ങനെയാണ് രണ്ടാമത് പറയുന്നത് എൻക്വയറി സ്റ്റേജ്. നെക്സ്റ്റ് പറയുന്നത് നെഗോസിയേഷൻ സ്റ്റേജ്, അല്ലെ? നമ്മൊരു പ്രോഡക്റ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടാമെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് എന്ത് ചെയ്യാറുണ്ട്? ഒരു ചർച്ച നടത്താറുണ്ട്, അല്ലെ? നമ്മൊരു ഡിസ്കൗണ്ട് ഒക്കെ ചോദിച്ച് നമ്മൊരു ചർച്ച നടത്താറില്ലേ? ഡിസ്കൗണ്ട് ഒക്കെ ചോദിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ചാ ഘട്ടമാണ് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ചർച്ച നടത്തി അത് നമുക്ക് ഒരു നമ്മുടെ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ അവർ ഓക്കെ ആയി കഴിഞ്ഞാല് നമുക്ക് എന്താണ് ആ ഒരു പ്രോഡക്റ്റ് തരുമല്ലോ, ആ ഒരു മെറ്റീരിയൽസ് ആ ഒരു പ്രോഡക്റ്റ് തരുമല്ലോ. അപ്പൊ എന്താണ് അതുവരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, അതാണ് എക്സ്പീരിയൻസ് സ്റ്റേജ്, നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു പർച്ചേസിംഗിൽ നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ഓക്കെയാണോ? അതോടെ പറയാം മിസ്. ഫസ്റ്റ് പറയുന്നത് സർവേ സ്റ്റേജ്, അല്ലെ? ആരംഭ പോയിന്റ്. എന്താണ് ആരംഭ പോയിന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടാവുന്ന, അല്ലെ? ഹോസ്പിറ്റലുകാര് ഒരു ചെറിയ എമൗണ്ടിനൊക്കെയാണോ പർച്ചേസ് നടത്തുന്നത്? ആണോ? അല്ല, അല്ലെ? ഒരുപാട് ബൾക്ക് എമൗണ്ടിനൊക്കെ ആയിരിക്കും, അല്ലെ? അവര് പർച്ചേസ് നടത്തുന്നത്. അപ്പൊ അവരെന്താണ് ഒരുപാട് സപ്ലൈയേഴ്സിനെ തിരഞ്ഞ് സർവേ നടത്താനോ വിശ്വാസയോഗ്യരായിട്ടുള്ള സപ്ലൈയേഴ്സ് ഏതാണ്, അല്ലെ? ആരാണ് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ സർവേ നടത്തില്ലേ? ആണോ? സർവേ നടത്തും. നെക്സ്റ്റ് പറയുന്നത് സർവേ നടത്തി അവര് ഒരു 6 സപ്ലൈയേഴ്സിനെ അവര് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു 6 സപ്ലൈയേഴ്സിൽ നിന്ന് അവരെ എൻക്വയറി നടത്തും, അല്ലെ? എത്ര രൂപക്ക് തരാം, അല്ലെ? ഇന്ന ഡെലിവറി ഡേറ്റിന് അവർക്ക് പ്രോഡക്ട്സുകൾ തരാൻ സാധിക്കും, അല്ലെ? എത്ര കോസ്റ്റിന് തരാൻ സാധിക്കുമെന്ന് അവർ എൻക്വയറി നടത്തും, അന്വേഷണം നടത്തും. അതാണ് രണ്ടാമത്തെ ഘട്ടം, അന്വേഷണ ഘട്ടം. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മുടെ സപ്ലൈയേഴ്സ് അവരുടെ കണ്ടീഷൻസ് പറയും, അല്ലെ? ഇത്ര രൂപയ്ക്കാണെങ്കിൽ തരാം, ഇത്ര ഡെലിവറി ടൈമിന് തരാന്ന് പറഞ്ഞാൽ അവര് പറയുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? രണ്ടുപേരും ആ ഒരു എൻക്വയറി സ്റ്റേജ് കഴിയുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്ത് നിന്നും ഒരു നെഗോസിയേഷൻ നടക്കും, അല്ലെ? ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റിയെ കുറിച്ച്, ക്വാളിറ്റിയെ കുറിച്ച്, ലീഡ് ടൈം, അല്ലെ? അതിനെ കുറിച്ച് രണ്ടുപേരുടെ ഭാഗത്ത് ചർച്ച നടക്കും. അപ്പൊ അതാണ് മൂന്നാമത്തെ സ്റ്റേജ്, നെഗോസിയേഷൻ സ്റ്റേജ്. അതില് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് അവര് ചർച്ച നടത്തുന്നത്? ക്വാണ്ടിറ്റിയെ കുറിച്ച്, അല്ലെ?
ക്വാളിറ്റിയെ കുറിച്ച്, ഗുണനിലവാരത്തെ കുറിച്ച്, കൂടാതെ ആ ഒരു പ്രോഡക്റ്റ് അവർക്ക് ലഭ്യമാക്കുന്ന ആ ഒരു സമയം, ആ ഒരു കാലദൈർഘ്യം അല്ലെ, ലീഡ് ടൈമിനെ കുറിച്ചൊക്കെയാണ് അവർ ചർച്ച നടത്തുന്നത്. ലീഡ് ടൈം എന്ന് പറയുന്നത് ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽസ് ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ടു ദി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഒരു സാധനം നമ്മ ഓർഡർ കൊടുത്തു, അത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കിട്ടാനെടുക്കുന്ന ആ ഒരു സമയത്തിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. മെറ്റീരിയൽസ് എന്നാണോ മക്കളെ നിങ്ങളെ കിടക്കുന്നത്? ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ എന്നാണോ വെന്റ് എന്നാണോ കിടക്കുന്നത്? വെന്റ് ആണ് അല്ലെ. അത് വെച്ചിട്ട് മെറ്റീരിയലിനാക്കാട്ടോ, ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇറ്റ് ടു ദി ഡിപ്പാർട്ട്മെന്റ്. ഒരു സാധനം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയേഴ്സിന് ഓർഡർ കൊടുത്തിട്ട് അത് ആ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ഒരു മെറ്റീരിയൽ കിട്ടാനെടുക്കുന്ന ആ ഒരു കാലദൈർഘ്യം, ആ ഒരു കാലയളവിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എക്സ്പീരിയൻസ് സ്റ്റേജ് അല്ലെ. ആ ഒരു പർച്ചേസിംഗില് അവർക്കുണ്ടായിരുന്ന, രണ്ടുപേർക്കും ഉണ്ടായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ ആണോ? സ്റ്റേജസ്. വീണ്ടും നമ്മ ആ ഒരു സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലല്ലേ. നെക്സ്റ്റ് പർച്ചേസിംഗില് ഇപ്പൊ നമ്മ പർച്ചേസ് ചെയ്ത സപ്ലയേഴ്സിനെ തന്നെ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അതാണ് നാലാമത്തേതില് ആ ഒരു എക്സ്പീരിയൻസ് സ്റ്റേജ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡ്യൂട്ടിഫുൾ ടു സ്പെൻഡ് മണി ജുഡീഷ്യസ്ലി, ഒബ്ജക്റ്റീവ്ലി, ഹോണസ്റ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി അല്ലെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയായിരിക്കണം പൈസ ചെലവാക്കേണ്ടത്? വിവേകത്തോടുകൂടി അല്ലെ, വിവേകപൂർവവും ഒബ്ജക്റ്റീവ്ലി വസ്തുനിഷ്ഠമായിട്ടും സത്യസന്ധമായിട്ടും ഫലപ്രദമായിട്ടും വേണം അല്ലെ പൈസ ചെലവാക്കാൻ. കലത്തരങ്ങൾ കാണിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ പൈസ ചിലവഴിക്കുന്നത് വിവേകപൂർവവും വസ്തുനിഷ്ഠവും സത്യസന്ധമായിട്ടും ഫലപ്രദമായിട്ടും വേണം ചെലവാക്കുന്നതിന് വേണ്ടി അല്ലെ. അവർക്ക് ഹോസ്പിറ്റലിന് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒബ്ജക്റ്റീവ്ലി അല്ലെ, വസ്തുനിഷ്ഠപരമായിരിക്കണം അല്ലെ, വിവേകപൂർവമായിരിക്കണം അല്ലെ. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് അല്ലെ, പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണ്ടേ? വിവേകത്തോടു കൂടി അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കി അല്ലെ, ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ട് ജുഡീഷ്യസ്ലി. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഹോണസ്റ്റി അല്ലെ, സത്യസന്ധമായിട്ട് അവരാ ഒരു എന്താണ് പൈസയില് കള്ളത്തരങ്ങൾ കാണിക്കാൻ പാടുണ്ടോ? ഇപ്പൊ 10,000 രൂപക്ക് വാങ്ങിച്ചത് 15,000 രൂപ ആണെന്ന് കള്ളക്കണക്ക് എഴുതാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. പിന്നെ എഫക്റ്റീവ്ലി കാര്യക്ഷമമായി ഫലപ്രദമായിട്ടും വേണം പൈസ ചിലവാക്കുന്നതിന് വേണ്ടി. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുക്കാട്ടോ. നെക്സ്റ്റ് പറയുന്നത് നെഗോസിയേഷൻ ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ അല്ലെ. എന്താണ് നെഗോസിയേഷൻ എന്ന് പറയുന്നത്? ചർച്ച. ആരൊക്കെ തമ്മിലാണ് ചർച്ചകൾ നടത്തുന്നത് ഒരു പർച്ചേസിംഗില? നമ്മുടെ ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണോ? ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു ആശയവിനിമയമാണ് അല്ലെ. എന്താണ് നെഗോസിയേഷൻ ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ. നെഗോസിയേഷൻ ചർച്ച എന്ന് പറയുന്നത് ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ടുപേരും കൂടി ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമാണ്. ആരൊക്കെ തമ്മില? നമ്മുടെ ബയ്യർ വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിലുള്ള ഒരു
two-way communication ആണ്. നെക്സ്റ്റ് പറയുന്നത് negotiation is defined as a discussion on a business transaction leading to finalization of purchase and sale contract of goods and services. എന്താണ് negotiation is defined as a discussion on business transaction. അല്ലേ? ആ ഒരു negotiation എന്തിലേക്കാണ് നയിക്കുന്നത്? ഒരു ബിസിനസ്സിലേക്കാണോ? ബിസിനസ് ട്രാൻസാക്ഷനിലേക്കാണോ? ആ ഒരു നെഗോസിയേഷൻ, ആ ചർച്ച കൊണ്ടുള്ള ഡിസ്കഷന് എന്താണ്? ഒരു ബിസിനസ് ഇടപാടിലേക്ക്, അല്ലെ? നമ്മുടെ ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു ബിസിനസ് ഇടപാടിലേക്ക് നയിക്കുന്നു, അല്ലെ? പർച്ചേസ് ഓൺ സെയിൽ. ഓക്കെ. ഫൈനലൈസേഷൻ ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ കോൺട്രാക്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. അല്ലെ? അതെത്തിലേക്കാണ് എത്തിച്ചേരുന്നത്? ആ ഒരു പർച്ചേസ് ചെയ്യണോ, അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യണോ, അല്ലെ? ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ആ ഒരു സർവീസ്, ഗുഡ്സ് എന്താണ്, വിൽപ്പന നടത്തണോ എന്നുള്ള ഫൈനൽ ബിസിനസ് ട്രാൻസാക്ഷനിലേക്ക് ഈ ഒരു നെഗോസിയേഷൻ നയിക്കുന്നു. ഓക്കെ ആണോ? ഒരു പ്രോഡക്റ്റ് വാങ്ങണോ അല്ലെങ്കിൽ വിൽക്കണോ, അല്ലെ? ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് വാങ്ങണോ അതല്ലെങ്കിൽ വിൽക്കണോ എന്നുള്ള ബിസിനസ് ഇടപാടിലേക്ക് നമ്മുടെ ഈ നെഗോസിയേഷൻ നയിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് നെഗോസിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. അല്ലെ? ചർച്ച എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആ നെഗോസിയേഷനിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ ബിഹേവിയറുമായിട്ടാണോ? ഇപ്പൊ നെഗോസിയേഷൻ നടത്തുന്ന ബയ്യർ അല്ലെങ്കിൽ സെല്ലർ ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്, പെട്ടെന്ന് ചൂടാവുന്ന ഒരാളാണ് എങ്കിൽ ആ ഒരു ബിസിനസ് ഇടപാട് നടക്കോ? നടക്കില്ല, അല്ലെ? അവര് രണ്ടുപേരും തമ്മില് പകുതി ആവുമ്പോഴെങ്കിലും തെറ്റിപ്പിരിയില്ലേ? അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ്ട് രണ്ടുപേരും തമ്മില് തെറ്റിപ്പിരിയും, അല്ലെ? അപ്പൊ എന്താണ്? രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, അല്ലെ? രണ്ടുപേർക്കും എന്താണ്? ഒരുപോലെ ബെനിഫിറ്റ്സ് ആയിരിക്കണം, അല്ലെ? ബെനിഫിറ്റ്സ് ആയിരിക്കണ്ടേ? ഒരാൾക്ക് നഷ്ടം വരുത്തിയിട്ട് നമുക്ക് പർച്ചേസ് ബിസിനസ് നടത്താൻ പറ്റുമോ? അല്ലെ? അപ്പൊ എന്താണ്? നെഗോസിയേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. ഒരു ചർച്ച നമ്മുടെ ഹ്യൂമൻ അതിൽ പങ്കെടുക്കുന്ന, ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. Characteristics of good negotiator or negotiation team. അല്ലെ? ഒരു നല്ല നെഗോസിയേറ്ററിന്റെ അല്ലെങ്കിൽ എന്താണ് നല്ല നെഗോസിയേറ്റിംഗ് ടീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെ? സ്വഭാവങ്ങൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പൊ നോക്കിയേ, മസ്റ്റ് ഹാവ് ഗുഡ് നോളജ് ഓഫ് പെർട്ടിക്കുലർ മെറ്റീരിയൽസ്. നമ്മൾ വാങ്ങാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ പോകുന്ന ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് നമുക്ക് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കട്ടെ, വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം, അല്ലെ? വേണം, അല്ലെ? അപ്പൊ എന്താണ്? മസ്റ്റ് ഹാവ് ഗുഡ് നോളജ് ഓഫ് പെർട്ടിക്കുലർ മെറ്റീരിയൽ. ഒന്നില്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് ശരിയായ രീതിയിലുള്ള ഒരു അറിവ്, ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ, അല്ലെ? ആശയവിനിമയത്തിലെ കാര്യക്ഷമത. നമ്മൾ പറയാറില്ലേ, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പറയാറുണ്ട്, അല്ലെ? അവന് സംസാരിച്ച ആളെ കയ്യിലെടുക്കാൻ പറ്റുന്ന പറയാറുണ്ടോ? പറയാറുണ്ടോ? ഉണ്ട്, അല്ലെ? അപ്പൊ എന്താണ്? ആളുടെ ആശയവിനിമയത്തില്, കമ്മ്യൂണിക്കേഷനില് ഒരു കാര്യക്ഷമത ഉണ്ട്, അല്ലെ? ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ ആളെ കയ്യിലെടുക്കാൻ പറ്റുന്നത്, അല്ലെ? അപ്പൊ എന്താണ്? ആശയവിനിമയത്തിൽ ഒരു കാര്യക്ഷമത, എഫിഷ്യൻസി ഉണ്ടായിരിക്കണം, ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈലുകൾ ഉപയോഗിക്കാൻ പാടുണ്ടോ?
കോപജനകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധാത്മകമായിട്ടുള്ള ശൈലികൾ ഉപയോഗിക്കാൻ പാടുണ്ടോ? നമ്മൾ ഒരാളെ പ്രകോപിപ്പിക്കാൻ തല്ലുകൂടാതെ അല്ലെ കാമായിരിക്കണം അല്ലെ കാമായിട്ടാണ് അല്ലെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഷൗട്ട് ചെയ്തൊക്കെ നമ്മൾ സംസാരിക്കാൻ പാടുണ്ടോ? ഇന്ന പ്രൈസിന് തന്നെ എനിക്ക് തരണം അല്ലെ ഇന്ന പ്രൈസിന് തന്നെ എനിക്ക് തരണം അല്ലെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലെ. എന്താണ് കോപജനകമായ അല്ലെങ്കിൽ പ്രതിരോധാത്മകമായിട്ടുള്ള ശൈലികൾ യൂസ് ചെയ്യാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല. നെക്സ്റ്റ് പറയുന്നത് ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ അല്ലെ വ്യക്തവും വേഗത്തിലും ചിന്തിക്കാൻ സാധിക്കണം അല്ലെ. നെഗോസിയേറ്റർക്ക് നമ്മ എന്താണ് നമ്മ വാങ്ങാൻ പോകുന്ന ആളാണെങ്കിൽ സെല്ലർ എന്ത് ചെയ്യും? വിൽക്കുന്ന ആള് പല തന്ത്രങ്ങളും പ്രയോഗിക്കും അല്ലെ നമ്മളെ കൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് എടുക്കാനായിട്ട് അല്ലേ പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് വ്യക്തവും എന്താണ് വേഗത്തിലും നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അല്ലെ. ആണോ? നമ്മുടെ വീട്ടില് കുറെ ആളുകൾ വരാറുണ്ട് അല്ലെ സാധനങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് അല്ലേ സെയിൽ ചെയ്യാൻ വരാറുണ്ട്. ചില സമയത്ത് സേവനയുടെ അങ്ങനെയൊക്കെ അല്ലെ ചില സമയത്ത് നമ്മ പറ്റിക്കപ്പെടാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണത്? അല്ലേ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ചിലപ്പോ അവര് നമ്മളെ കയ്യിലെടുക്കാൻ പലതും പറയല്ലേ പല തന്ത്രങ്ങളും പ്രയോഗിക്കും. അപ്പൊ നമ്മ എന്താണ് നമ്മ അതിൽ വിശ്വസിച്ചിട്ട് നമ്മ അവരെ വിശ്വസിച്ചിട്ട് നമ്മ അതിൽ തീരുമാനം എടുത്താണ് ഇത് വാങ്ങിക്കാം. പക്ഷെ വാങ്ങിച്ച് നമ്മ യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അപ്പിടി പറ്റിയ കാര്യം നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ. പക്ഷെ എന്താണ് ഇവിടെ അങ്ങനെ പാടുണ്ടോ? ഹോസ്പിറ്റലില് വാങ്ങിക്കാം പെട്ടെന്ന് വാങ്ങിച്ചു പോയാല് നമ്മ പറ്റിക്കപ്പെടും അല്ലെ. ഇവിടെ അങ്ങനെ പാടില്ല അല്ലെ. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലെ മെറ്റീരിയൽസ് ആണ് അല്ലെ. അപ്പൊ ഒരിക്കലും എന്താണ് നമുക്ക് തെറ്റ് പറ്റാൻ പാടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ് ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ ആയിരിക്കണം അല്ലെ. വ്യക്തവും വേഗത്തിലും ചിന്തിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽ. എന്താണ് നല്ല വ്യക്തിപരമായിട്ടുള്ള കഴിവുകൾ. നമുക്ക് രണ്ട് തരത്തിലുള്ള സ്കില്ലുകൾ പറയുന്നുണ്ട്. ഇൻട്രാപേഴ്സണൽ ഉണ്ട് ഇന്റർപേഴ്സണൽ ഉണ്ട്. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കഴിവുകൾ തന്നെ തിരിച്ചറിയാൻ പറ്റില്ലേ? നമ്മുടെ ഉള്ളിലുള്ള ജന്മനാ ഉള്ളത് അല്ലെ നമുക്ക് നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാൻ പറ്റുന്നത്. ഇന്റർപേഴ്സണൽ എന്ന് പറയുന്നത് ഈ എന്താണ് സൈക്കോളജിസ്റ്റ് അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. അവരെ വികാരങ്ങൾ എന്താണ് വിചാരങ്ങളാണ് എന്താണ് അല്ലെ അവരെ വിഷമങ്ങൾ എന്താണ് സങ്കടങ്ങൾ എന്താണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള ആളായിരിക്കണം നമ്മുടെ നെഗോസിയേറ്റർ. ഓക്കെ ആണോ? ആ ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള ആൾക്ക് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കും. മറ്റുള്ളവരെ കയ്യിലെടുക്കാനും അവർക്ക് സാധിക്കും. സൈക്കോളജിസ്റ്റ് ഒക്കെ അങ്ങനെയാണ് അല്ലെ. നമുക്ക് ഈ ക്ലാസ്സുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കാറില്ലേ നമ്മ? മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ അവർക്ക് ഇന്റർപേഴ്സണൽ സ്കില്ലുണ്ട് അല്ലെ. നമ്മൾ സംസാരിച്ചവരിരുത്തല്ലേ അവിടെ ആ ഒരു ക്ലാസ് കേൾക്കാൻ നമ്മളെ സംസാരിച്ചവരിത്തില്ലേ. അപ്പൊ എന്താണ് അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്സ്, കോൺട്രാക്ടിങ്, എഗ്രിമെന്റ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. ആ നെഗോസിയേറ്റർ നെഗോസിയേഷൻ ടീമിന് ആ ഒരു കോൺട്രാക്ട് അല്ലെ നമ്മ പറഞ്ഞു പർച്ചേസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് അല്ലെ എഗ്രിമെന്റ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള ആ ഒരു സെല്ലറും ബയ്യറും തമ്മിലുള്ള കരാറുകളെ കുറിച്ചുള്ള നിയമങ്ങളെ കുറിച്ച് ഒരറിവുണ്ടായിരിക്കണം. കോൺട്രാക്ട് എഗ്രിമെന്റിങ് അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. നെക്സ്റ്റ്
ലോജിക്കൽ തിങ്കിങ് അല്ലെ, യുക്തിപരമായി ചിന്തിക്കുന്ന ആളായിരിക്കണം അല്ലെ. അങ്ങനെയുള്ള ആൾക്ക് എന്താണ്, പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനൊക്കെ സാധിക്കുമല്ലോ. സിറ്റുവേഷൻസ് അല്ലെ, പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അല്ലെ, അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻസ്, പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പിന്നെ എന്താണ്, പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് അല്ലെ, പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോജിക്കൽ തിങ്കർ ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഗുഡ് ലിസണർ അല്ലെ, നല്ല ഒരു ശ്രോതാവ്, ഒരു കേൾവിക്കാരനായിരിക്കണം അല്ലെ. നമ്മള് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആള് അതറിയാം, നമ്മളെ കേൾക്കുന്ന ആളെയാണ് അല്ലെ. നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ വിഷമങ്ങള് അല്ലെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗുഡ് ലിസണർ ആയിരിക്കണം. ഏതാണ് ഗുരുതരമായ ട്രീറ്റ്മെന്റ്? ഏതാ? റിഫൈൻ കെയർ ഏതാണ്? ഏതാണ് പോയിന്റ് ഒന്ന് പറയോ? കഴിഞ്ഞ ക്ലാസ്സിലാണ് അല്ലെ, ഇന്നലെ ഉണ്ടായിരുന്നു അല്ലെ ഇങ്ങനെ ഒരു ഇഷ്യൂ അല്ലേ. ക്ലാസ് തീരാറായപ്പോഴേക്കിനും പ്രീവിയസ് കമന്റുകൾ അല്ലെ ടെക്നിക്കലിൽ നിന്നൊന്ന് പറയാം കേട്ടോ. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ മെസ്സേജ് വരുമ്പോഴേ നമുക്ക് ആദ്യത്തേക്ക് വരുമ്പോ മിസ്സിന് തന്നെ ഡൗട്ട് ആയിപ്പോ, പിന്നെ അയക്കുന്നതാണോ? ഓക്കെ അല്ലേ? ഗുഡ് ലിസണർ വരെ ഓക്കെ അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ റെപ്പിറ്റേഷൻ ഏതെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. നെക്സ്റ്റ് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക്. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാണോ? ഒപ്റ്റിമിസ്റ്റിക് ആണോ? ആണോ? ശുഭാപ്തി വിശ്വാസം അല്ലേ. അപ്പൊ എന്താണ്, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം അല്ലെ, ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം. നമ്മൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണം കേട്ടോ, ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളായിരിക്കണം കേട്ടോ. അപ്പൊ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ അല്ലെ, നല്ല നർമ്മബോധം ഉണ്ടായിരിക്കണം. ചിലപ്പോ നെഗോസിയേഷൻ നടക്കുന്ന സമയത്ത് ചിലപ്പോ രണ്ടുപേരും തമ്മിൽ പറഞ്ഞ് ചിലപ്പോ ഒരു ഇതില് വരാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ആ ഒരു പ്രശ്നം, ആ ഒരു സിറ്റുവേഷൻ തണുപ്പിക്കാൻ പറ്റണം അല്ലെ. ആണോ? അപ്പൊ അവിടെ എന്ത് ഉപയോഗിക്കണം? ഹ്യൂമർ ഉപയോഗിക്കേണ്ടി വരും അല്ലെ. ഹ്യൂമർ ഉപയോഗിക്കേണ്ടി വരും സ്വാഭാവികമായിട്ട് അല്ലെ. അപ്പൊ എന്താണ് ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല നർമ്മബോധമുള്ള ഒരു ആളായിരിക്കണം നമ്മുടെ നെഗോസിയേറ്റർ അല്ലെങ്കിൽ നെഗോസിയേഷൻ ടീം. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, നെക്സ്റ്റ് എടുത്തോട്ടെ. നിങ്ങളോട് ചോദിക്കാം കേട്ടോ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് നെഗോസിയേറ്റർ അല്ലെങ്കിൽ നെഗോസിയേഷൻ ടീം. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. പിന്നെ നെഗോസിയേഷൻ ഈസ് എ two-way communication. അതിലെ dash is defined as a discussion on a business transaction എന്ന് പറഞ്ഞിട്ടില്ലേ, അതും ചോദിക്കാം കേട്ടോ. പിന്നെ സ്റ്റേജസ് ചോദിക്കാം കേട്ടോ, വെൻഡർ സോഴ്സ് സെലക്ഷന്റെ സ്റ്റേജസ് ചോദിക്കാം. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പർച്ചേസിംഗ് ചോദിക്കാം. പിന്നെ ലീഡ് ടൈം ചോദിക്കാം കേട്ടോ. അതാ മിസ് പറഞ്ഞേ, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു ചാപ്റ്ററും ആണ് കേട്ടോ. സിമ്പിൾ അല്ലേ? അല്ലേ? സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോസിയേഷൻ. എടുക്കാലോ, നമ്മുടെ നെഗോസിയേഷൻ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ 6 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ നെഗോസിയേഷൻ കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ അല്ലെ. ഓർഗനൈസേഷന്റെ
താല്പര്യവും ലക്ഷ്യവും സംരക്ഷിക്കുക. അതിനു വേണ്ടിയല്ലേ നമ്മൾ നെഗോസിയേഷൻ നടത്തുന്നത്. നമുക്ക് ആ ഒരു ഓർഗനൈസേഷന് ഒരു ലോസും ഇല്ലാതെ അല്ലെ, ഒരു നഷ്ടവും ഇല്ലാതെ പ്രോഡക്ട്സുകൾ ലഭ്യമാക്കാൻ വേണ്ടിയല്ലേ നെഗോസിയേഷൻ നടത്തുന്നത്. അപ്പൊ എന്താണ്? ഓർഗനൈസേഷന്റെ താല്പര്യവും ലക്ഷ്യവും സംരക്ഷിക്കുക. To see that the organization is not in a disadvantageous position അല്ലെ. നമുക്ക് ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് ഹോസ്പിറ്റലിന് ഡിസഡ്വാൻറ്റേജ് ആണോ വരേണ്ടത്? പ്രതികൂലമായിട്ടുള്ള ഒരു മറുപടിയാണോ കിട്ടേണ്ടത്? തീരുമാനമാണോ? അല്ല അല്ലെ. എന്താണ്? അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്കായിരിക്കണം അല്ലെ ആ ഒരു നെഗോസിയേഷൻ കൊണ്ടോ ഓർഗനൈസേഷൻ ലഭിക്കേണ്ടത് അല്ലെ? ആണോ? ആണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് to ensure that the organization gets all benefits which can easily and comparatively come to it in normal circumstances അല്ലെ. എന്താണ് ആ ഒരു നെഗോസിയേഷൻ? സെക്കൻഡ് പോയിന്റ്, to see that the organization is not in a disadvantageous position. എന്ന് വെച്ചാൽ ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിനെ എങ്ങോട്ടായിരിക്കണം നയിക്കേണ്ടത്? ഡിസഡ്വാൻറ്റേജ് പൊസിഷനിലേക്കായിരിക്കണോ നയിക്കേണ്ടത്? ആണോ? പ്രതികൂല സ്ഥാനത്തേക്കാണോ നയിക്കേണ്ടത്? അല്ലല്ലോ. അല്ല അല്ലെ. അനുകൂലമായിട്ടുള്ള അല്ലെ, അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പൊസിഷനിലേക്കല്ലേ ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിന് ഗുണമല്ലേ ഉണ്ടാവേണ്ടത്? അതാണ് പറയുന്നത്. എന്താണ്? നെഗോസിയേഷൻ കൊണ്ട് ആ ഒരു ഓർഗനൈസേഷന് പ്രതികൂല സ്ഥാനമല്ലെന്ന് കണക്കാക്കൽ, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. ഓക്കെയാണോ? പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് to ensure that the organization gets all benefits which can easily and comparatively come to it in normal circumstances അല്ലെ. എന്താണ്? ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് ആ ഒരു നോർമൽ സർക്കംസ്റ്റൻസസ് അല്ലെ, ആ ഒരു സാധാരണ സാഹചര്യങ്ങളില് ആ ഒരു ഓർഗനൈസേഷനെല്ലാം ഉള്ള എല്ലാ ബെനിഫിറ്റ്സുകളും കിട്ടണ്ടേ? ഗുണങ്ങളും നെഗോസിയേഷൻ കൊണ്ടുള്ള ഗുണങ്ങളും can easily and comparatively അല്ലെ, എളുപ്പത്തിലും താരതമ്യേന വേഗത്തിലും കിട്ടണം അല്ലെ. ആണോ? ആ ഒരു നെഗോസിയേഷന്റെ ആ ഒരു ബെനിഫിറ്റ്സ് ഗുണം അവരെ ആ ഒരു സാധാരണ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുക. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് to see that the distant future of the organization is not bargained for the present അല്ലെ. നമ്മ ആ ഒരു നെഗോസിയേഷൻ കൊണ്ട് ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഭാവിയിലെ കാര്യങ്ങൾ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് അല്ലെ, 4 വർഷം കഴിഞ്ഞിട്ടുള്ളത് കൂടി നമ്മ ഇപ്പൊ ചർച്ച ചെയ്യണോ? വേണ്ട അല്ലെ. അപ്പൊ എന്താണ്? സംഘടനയുടെ അല്ലെ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ വിദൂര ഭാവി, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു വിദൂര ഭാവി വിലപേശലിലെന്ന് കാണല്ലേ. അപ്പൊ ഈ പ്രസന്റിൽ ആ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കണം നമ്മൾ നെഗോസിയേഷൻ നടത്തേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ensure that the terms and conditions are settled in apparent terms and nothing is left to interpretation which may result in misunderstanding and bitterness അല്ലെ. എന്താണ്? നിബന്ധനകളും വ്യവസ്ഥകളും അല്ലെ, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ്? വ്യക്തമായ നിബന്ധനകളിൽ തീർപ്പാക്കിയിട്ടുണ്ടെന്ന് എന്താണ്? പിന്നീട് തെറ്റിദ്ധാരണയ്ക്കും വിറ്റർനെസ്സിനും കയ്പിനും കാരണമായിരിക്കുന്ന കാരണങ്ങളൊന്നും അവശേഷിപ്പിച്ചില്ല എന്നും ഉറപ്പാക്കുക. എന്നാലേ നമ്മൾ എന്താണ് എന്ന് വെച്ചാല് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ പറയുമല്ലോ, നെഗോസിയേഷൻ നടത്തുമ്പോൾ ബയ്യറും സെല്ലറും ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയില്ലേ, രണ്ടുപേരെ ഭാഗത്ത് നിന്നും. അപ്പൊ അവരെന്ത് ചെയ്യണം? ആ ഒരു നെഗോസിയേഷന്റെ സമയത്ത് തന്നെ അവര് തീർപ്പാക്കണം.
തീർപ്പാക്കി അവരൊരു എഗ്രിമെന്റിൽ ഒരു കരാറിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കണം എന്ന്. അതല്ലെങ്കിൽ പിന്നീട് എന്താണ് രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ വരാം അല്ലെ. കറക്റ്റ് പ്രൈസിനല്ല തന്നത്, അല്ലെങ്കിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിലല്ല തന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾക്കും കയ്പിനും ഇടയില്ല, ബിറ്റർനെസ്സിനും ഇടയില്ലാതെ എന്താണ് വ്യക്തമായ ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് അവര് എൻഷുർ ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് formulating strategies, like plan of action designed to achieve a long-term aim, and tactics are vital parts of negotiation. രൂപീകരിക്കൽ, തന്ത്രങ്ങൾ രൂപീകരിക്കൽ, formulating strategies. നമ്മുടെ നെഗോസിയേഷന് പോകുന്നതിന് മുമ്പ് നമ്മൾ തന്ത്രങ്ങൾ സ്ട്രാറ്റജീസ് രൂപീകരിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഏതൊക്കെ രീതിയിൽ നമുക്ക് വിലപേശാം അല്ലെ, ഏതൊക്കെ എത്ര രൂപക്ക് നമുക്കത് വാങ്ങിക്കാൻ പറ്റും അല്ലെ, ആണോ? പല രീതിയിലുള്ള തന്ത്രങ്ങൾ യൂസ് ചെയ്യാം അല്ലെ. ചിലപ്പോ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറെ പൈസ കുറവിട്ടാലോ. അതല്ലെങ്കിൽ എന്താണ് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ അവരുമായി എത്തിച്ചേരാം, ഡിസ്കൗണ്ട് കിട്ടും. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പർച്ചേസിങ് ആ ഒരു സപ്ലയേഴ്സുമായി നടക്കാറുണ്ട്. അവര് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരുപാട് പൈസ കുറവിന് കിട്ടും അല്ലെ, ഡിസ്കൗണ്ടിന് കൊടുക്കാലോ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് സ്ട്രാറ്റജീസ് രൂപീകരിക്കുക. പ്ലാൻ ആക്ഷൻ ഡിസൈനഡ് ടു അച്ചീവ് എ ലോങ് ടേം എയിം അല്ലെ, ഒരു ലോങ് ടേം എയിം അല്ലെ, ഒരു ദീർഘനാളത്തെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി, അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകള്, പദ്ധതികൾ തയ്യാറാക്കുക. അതാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ടാക്ടിക്സ് ആർ vital parts of negotiation. ഒരു നെഗോസിയേഷന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇവർ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ് അല്ലെ, സ്ട്രാറ്റജീസ് അല്ലേ, ആണോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് ഇത്രേ എടുക്കുന്നുള്ളൂ. ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ ആണോ എല്ലാവർക്കും? ഇതുവരെ എടുത്തത് ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല മിസ്സേ. സിമ്പിൾ ആയിട്ടുള്ളത് കാരണമാണ് കേട്ടോ കുറച്ചും കൂടി വേഗത്തിൽ എടുക്കുന്നത്. അപ്പൊ സ്പീഡ് എന്തെങ്കിലും കൂടുകയാണ്, മനസ്സിലാകുന്നില്ലെങ്കിൽ മിസ്സിനോട് പറയാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. Okay, thank you all. Thank you, ma'am.